ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് കൂടുതലുമുള്ള പ്രശ്നം മെൻ്റലി ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് അത് ഫിസിക്കലി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതിനെപ്പറ്റി പറയണം എന്നുള്ളത്. കാരണം പലരും പറയണേട്ടിട്ടുണ്ട്, എൻ്റെ ഫാമിലിയിൽ തന്നെ പലരും ഇത് പറയണേട്ടിട്ടുണ്ട്. തെറപ്പി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയണത് വട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ആൻഡ് ഇമാജിൻ, നമ്മളുടെ ബോഡിയിലുള്ള പല അസുഖങ്ങളുടെയും കോർ റീസൺ നമ്മുടെ മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ പല സ്റ്റഡീസും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ വരുന്ന പല അസുഖങ്ങളും, ലെറ്റ് ഇറ്റ് ബി എ ഹാർട്ട് അറ്റാക്ക്, ക്ലോട്ട് ആവൽ, ഫിസിക്കൽ പെയിൻ, പലതും നമ്മുടെ മെൻ്റൽ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണ്. അതിനർത്ഥം നമുക്ക് വട്ടാന്നല്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ മെൻ്റലി സ്റ്റേബിൾ അല്ലെങ്കിൽ യു ആർ എ മാഡ് പേഴ്സൺ. എന്നിട്ട് അതിനെ കളിയാക്കും, നിനക്ക് വട്ട. ലൈക്ക് നമ്മളൊരാളെ പറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പുള്ള ഒരാളെ പറ്റി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ദെയർ ഇസ് നോ പോയിൻറ്റ് ഇൻ ദം ക്രൈയിങ് ഫോർ സംബഡി ഓർ സംതിങ്. പക്ഷേ അവരുടെ പെർസ്പെക്റ്റീവിൽ ദേ ഹാവ് റീസൺസ് ടു ക്രൈ ബിക്കോസ് ദേ ലവ് സമ്മൺ സോ മച്ച്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഈവൻ ഇൻ ദ കേസസ് ഓഫ് ഡിവോഴ്സ്, ഒരാൾ വിൽ ബി മച്ച് വെരി ബോണ്ടഡ്, mentally, emotionally bonded. The other person will be like very practically thinking. That case, none of them are wrong. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മീറ്റർ ഉണ്ട്. ആ മീറ്റർ നമ്മൾ കടന്നു പോയി കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഞാനൊരു എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലോ ഒന്നും അല്ല ഈ കാര്യത്തിൽ. ഞാൻ എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ് പറയണത്. ഇന്നും ഞാൻ പലവരുടെ അടുത്തും തെറപ്പി എടുക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത് പറയണതിന് പല റീസൺസ് ഉണ്ട്. 2-3 കാര്യം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് മെൻ്റലി പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് വട്ടാന്നല്ല. ഐ ഹാവ് ഈവൻ ഹേർഡ് എൻ്റെ സ്വന്തം നൈബേഴ്സ് തന്നെ പറയുന്നത് ദാറ്റ് ഐ ആം മാഡ് എന്നുള്ളത്. ബിക്കോസ് ഐ ഹാഡ് സർട്ടൺ കണ്ടീഷൻസ് ആൻഡ് ഐ എം ഓക്കെ ടു ഷെയർ ദാറ്റ്. ബിക്കോസ് നമ്മൾ പലവരും ഇത് നോർമലൈസ് ആക്കാത്തതും കൊണ്ടാണ് ഇന്നും ഇതൊരു ടാബു ടോപ്പിക്കായിട്ടുള്ളത്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് പല പ്രശ്നങ്ങളും കൊണ്ട് എനിക്ക് പഠിപ്പിൽ കോൺസെൻട്രേഷൻ പോട്ടെ, ഞാൻ മടിച്ചായിരുന്നു. പക്ഷേ അതർ ദാൻ ദാറ്റ് പല ഐ ഹാഡ് കണ്ടീഷൻസ് ലൈക്ക് ട്രൈക്കോട്ടിലോമീനിയ ദാറ്റ് ഐ യൂസ് ടു പ്ലക്ക് മൈ ഹെയർ. അത് ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നു എന്തുകൊണ്ടാണ് അത് ചെയ്തിരുന്നത് എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഹാഡ് റീസൺസ് ബിഹൈൻഡ് ദാറ്റ്. പക്ഷെ അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് അന്ന് നമുക്കൊരു മെൻ്റലി പ്രശ്നം വരുമ്പോൾ നമുക്കത് എന്താണെന്ന് പറയാറില്ല. 2, അത് കാണുന്ന ആൾക്കാർക്ക് അത് ഇൻറ്റേർണലൈസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അവരതിനെ ഒരു പൊട്ട കാര്യമായിട്ടോ അല്ലെങ്കിൽ അവൾക്ക് ഒരുമാതിരി അഡിക്ഷൻ പോലെ ചിലവർക്ക് ഉണ്ടാവും. ചുണ്ട് ലിപ്സ് ഇങ്ങനെ പീൽ ചെയ്യണ സ്വഭാവം, മറ്റേ നമ്മുടെ ക്യൂട്ടിക്കിൾസ് ഇങ്ങനെ, ഇതൊക്കെ എനിക്കുണ്ട്, ഉണ്ട്, പലതും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും റെക്കഗ്നൈസ് ചെയ്യാണ്ട് അത് അവളുടെ ഒരു പ്രശ്നമാണ്, അവളെ അടിക്കുക, ചീത്ത പറയുക, അങ്ങനെ പല ഫാമിലിയും ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഡിപ്രഷനെ പോലും ഇതിനൊക്കെ എന്ത് ഡിപ്രഷൻ, പലവർക്കും ഡിപ്രഷൻ ഉണ്ട്. ഈവൻ അനിമൽസ് ഹാവ് ഡിപ്രഷൻ. അനിമൽസിനും അങ്ങനെ മെൻ്റലി, കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദ മെയിൻ തിങ്. മെൻ്റൽ ഹെൽത്ത് നല്ലതല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബാഡ്. ദെൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ തെറപ്പി or such things are considered to be as a taboo. Even എൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ അച്ഛനോടും അമ്മോടും പറഞ്ഞു, അവർ പക്ഷേ ഒരു ടിൽ ആൻ എക്സ്റ്റെൻറ്റ് എൻ്റെ കാര്യത്തിൽ ദേ യൂസ് ടു ഡു ഇറ്റ്. പക്ഷെ അവരുടെ കാര്യത്തിൽ വന്നാൽ ദേ ആർ ഓൾസോ ലൈക്ക് ഓക്കെ. ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, വട്ടാണോ, എനിക്ക് വട്ടൊന്നുമില്ല. പെട്ടെന്ന് ആ ഒരു റിയാക്ഷൻ അത് എന്തെങ്കിലും. ഇപ്പോൾ എൻ്റെ പല കസിൻസിനും പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ടേക്ക് തെറപ്പി. അവർ പറയുന്ന ഫസ്റ്റ് ആൻസർ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വട്ടൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു ഹാവ് വട്ട് ഓർ എനിത്തിങ്. ഓക്കെ, യു ആർ നോട്ട് ഗോയിങ് ടു എ സൈക്യാട്രിസ്റ്റ്. ഈവൻ ഇഫ് യു ഗോ ടു എ സൈക്യാട്രിസ്റ്റ്, it's fine. At the end of the day, if your mental health is not right, ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം. ആ സമയത്ത് അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പല റീസൺസും കൊണ്ട് അത് ട്രിഗേർഡായി കണ്ടുപിടിക്കാണ്ട് പിന്നെ ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ പോയി മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ പല ടെൻഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് അതൊരു ലെവലിൽ വരെ എത്തി അത് പോയത്. പക്ഷേ ഇറ്റ് കൺവേർട്ടഡ് ഇറ്റ് ടു സംതിങ് ബിക്കോസ് അന്നത് പ്രോപ്പർലി ചെയ്തില്ല. ഞാൻ അന്ന് കണ്ട സൈക്കോളജിസ്റ്റ് വാസ് എൻ ഓൾഡ് പേഴ്സൺ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇന്ന് 26 അന്ന് എനിക്ക് 13-14 സംതിങ് ആണ്. 14 ഇയർ ഓൾഡ് ഒരാളൊരു കാര്യം
50-year-old ആയിട്ടുള്ളവർ പറയുമ്പോൾ അവർക്കത് സെൻസ് ഉണ്ടാവണം എന്നില്ല. ഈവൻ ഇഫ് ദേ ആർ എ സൈക്കോളജിസ്റ്റ് ഓർ സംതിങ്, ദേ ആർ നോട്ട് ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ഓക്കെ, കാരണം നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ കേൾക്കണം നമ്മുടെ പേരൻസിൻ്റെ വ്യൂസാണ്, നമ്മുടെ വ്യൂസ് അല്ല. അവരെപ്പോഴും അവരുടെ വ്യൂസാണ് എടുക്കുക. So then what happens, there is a mismatch between what we are saying and what they are saying and what our parents are saying, and there is a total huge of mismatch. Just for a temporary basis it stopped. അത് കഴിഞ്ഞ് ഞാൻ 10th-ലും 12th-ലൊക്കെ ഉള്ളപ്പോൾ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ട് എന്താ പ്രശ്നം എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പലരും പറഞ്ഞു പല്ലിൻ്റെ പ്രശ്നമാണ്, റൂട്ട് കനാൽ ചെയ്യണം, പല്ല് മറ്റെന്താണ് പേര് മറന്നുപോയി, ആ സംഭവം വരുന്നുണ്ട്. അത് പിന്നെ പലരും പറഞ്ഞു ENT-ൻ്റെ പ്രശ്നമാണ്, ENT-നെ കണ്ടു. എനിക്ക് എൻ്റെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ലിറ്ററലി അതൊരു പ്രശ്നമാണ് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ സ്വെല്ലിംഗ് ഒക്കെ വരാൻ തുടങ്ങി. അതെനിക്ക് എക്സാം എഴുതാൻ പറ്റാന്ന് പറഞ്ഞപ്പോൾ മീൻസ് ലിറ്ററലി എൻ്റെ ബോഡി അത് കാണിച്ചു തുടങ്ങി. ബെഡിലായിരുന്നു 24 മണിക്കൂർ ഫുൾ ടൈം പെയിൻ കില്ലർ എടുക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെളിയിട്ട് ലൈറ്റ് കണ്ടാൽ ഒന്നിനും പറ്റില്ല. കുറേ നാൾ കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെയും ഒന്ന് ആലോചിച്ച് നോക്കി. മേ ബി സൈക്കോളജിസ്റ്റിൻ്റെ അച്ഛനെ തോന്നി. വി വെൻറ്റ് ടു ഹിം. ഇറ്റ് വാസ് അഗൈൻ ആങ്സൈറ്റി ഓർ സ്ട്രെസ് വാട്ട് എവർ. അതൊന്നൊരു പേരിട്ടില്ല, പക്ഷേ ഇറ്റ് വാസ് മെൻ്റൽ ആങ്സൈറ്റി ഓർ സ്ട്രെസ് സംതിങ് ബിക്കോസ് ഓഫ് മൈ എക്സാം. കാരണം എനിക്കും എക്സാം അത് ഇതെന്ന് പറഞ്ഞാൽ ഇന്നും എനിക്ക് തലയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കണക്കിനെ പറ്റി സംസാരിക്കില്ല. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാത്സിനെയൊക്കെ പറ്റി സംസാരിച്ചു, അല്ലെങ്കിൽ ഇതെങ്ങനെ EMI അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ബ്ലാങ്ക് ഔട്ട് ആവും ഇന്നും ടിൽ ഡേറ്റ്. അത് നമ്മുടെ മെൻ്റലി നമുക്ക് പണ്ടുണ്ടായ കുറേ എക്സ്പീരിയൻസുകൾ നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് റിയലൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്ട് പലവർക്കും ഉണ്ടാവും ഈ അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരാളായിട്ട് കണക്ട് ആയിക്കഴിഞ്ഞാൽ, ലൈക്ക് ശരിക്കും കണക്ട് ആയിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ബൗണ്ടറി ഇല്ലാണ്ട് ലിമിറ്റ്ലെസ് ആയിട്ട് അങ്ങോട്ട് എന്നെ വിട്ടു കൊടുക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് പവർ ഓർ എനർജി, അവർ പുൾ ബാക്ക് ചെയ്യും. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ദ പേഴ്സൺ ഹു ഗെറ്റ്സ് അഫക്റ്റഡ് ഇസ് മീ ആൻഡ് മൈ മെൻ്റൽ ഹെൽത്ത്. പല രീതിയിലുണ്ടാവും. അപ്പോൾ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ ഒരു മേജർ ഇമോഷണൽ ചീറ്റിങ്ങോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ കണ്ടറിയാം. ചിലവർ തടി വയ്ക്കും, ചിലവർ തടി കുറയും, ചിലവർക്ക് ആസിഡിറ്റി ഇഷ്യൂസ് വരും, ചിലവർക്ക് പല ഇഷ്യൂസും വരും. അതൊക്കെ നമ്മുടെ മെൻ്റലി ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെയും നമ്മൾ പറയും തെറപ്പി എന്ന് പറയുന്നത് ഒരുമാതിരി ടാബു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അതൊന്നും എല്ലാവരും ചെയ്യേണ്ട, ഇറ്റ്സ് എ ഫാൻസി ഷിറ്റ്. ഇറ്റ്സ് നോട്ട് എ ഫാൻസി ഷിറ്റ് ബൈ ദ വേ. ആൻഡ് തെറപ്പി, വൺ തിങ് ഈസ്, നമ്മൾ കൂടുതൽ ചെയ്യുന്ന കാര്യം നമ്മുടെ ഫ്രണ്ട്സിനോട് പോയി പറയാണ്. ഇമാജിൻ 2 ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും. ഒന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് തരും, പ്രോപ്പർ അഡ്വൈസ് തരുന്ന ആൾക്കാരോട് പോയി സംസാരിക്കി പറയും. അല്ലെങ്കിൽ അവർ ഇൻ്റലിജില്ല. ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞ് ഇറ്റ് വിൽ ഗോ വേഴ്സ്. പിന്നെ നിങ്ങളൊരു മാൻ ഹേറ്ററോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഹേറ്ററായി മാറും. ആൾക്കാരെയൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. പിന്നെ ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, ഇതൊക്കെ എനിക്കും വന്നിട്ടുണ്ട്, ഇപ്പോഴും വരാറുണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ കുറേയൊക്കെ ഞാൻ കൺട്രോൾഡാണ്, കാരണം ഇപ്പോൾ ഞാൻ തെറപ്പി എടുക്കുന്നുണ്ട്. ആൻഡ് ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് സേയിങ് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എനിക്ക് എൻ്റെ ബോഡി റിയാക്ട് ചെയ്യാൻ അറിയാം. എനിക്ക് പലപ്പോഴും തലകറങ്ങലും അതും ഇതൊക്കെ വന്നാൽ ഞാൻ പല ചെക്കപ്പ് നടത്തിയിട്ട് എനിക്ക് ഇന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ എവറി ടൈം ഇറ്റ് വാസ് എ സ്ട്രെസ് ഓർ ആൻ ആങ്സൈറ്റി റെസ്പോൺസ്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഇനി വല്ല മെൻ്റൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ അതായത് മെൻ്റൽ കണ്ടീഷൻസ് എന്ന് എഗെയിൻ ഞാൻ പറയണം, വട്ട് എന്ന് നിങ്ങൾ അതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് ചിലവരുടെ സ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചിലവർ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരും. അതൊക്കെ അവരുടെ ഉള്ളിലെ സ്റ്റോർഡ് ഇമോഷനിൽ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ നമ്മൾ കുറേ കാലങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ഒരു ദിവസം പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കുന്ന പറയുന്നത് നമുക്കിത് ഒരു ബാംഗ്ലൂർ ഡേയ്സിൽ മറ്റേ ദുൽഖർ സൽമാൻ പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ്. ഒരു ദിവസം അത് പൊട്ടിത്തെറിയും. അപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ മെൻ്റൽ പ്രോബ്ലംസ്, ആ പറയാത്ത ആർഗ്യുമെൻറ്റ്സ്, ആ പറയാത്ത ദേഷ്യം, ആ പറയാത്ത വിഷമങ്ങൾ, ഇമോഷണൽ ബാഗേജ് എല്ലാം ഉള്ളിൽ വന്നിട്ട് ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കുമ്പോഴാണ് പല മേജർ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. ഈഗോ വരുന്നതെന്നാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ കുറേ കാലം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളൊരാൾ ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി കെയർ അബൌട്ട് സംവെയർ സംതിങ്. ഞാൻ അങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് എനിക്ക് എല്ലാവരുടെ കാര്യം അറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ നമ്മുടെ മെൻ്റൽ എനർജി നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ആവും. ആ ബോഡിയിൽ സ്റ്റോർഡായിട്ട് അതിന് പ്രോപ്പറായിട്ട് ഹോൾഡ് ഓൺ ആവാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ പല രീതിയിൽ അതിനെ ചിലവർ സ്വന്തമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലവർ സ്വന്തമായിട്ട് ബേൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലവർ സ്വന്തമായിട്ട് പലവിധ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് അവരൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. സ്കിൻ പിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹെയർ പുൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഈവൻ ഫേസിൽ വരെ നമ്മൾ ആക്നെ ഇതാക്കില്ലേ, അതുവരെ ഒരു കണ്ടീഷനാണ്.
അപ്പോൾ അതിനെ വരെ നോർമലൈസ് ചെയ്യുന്നിട്ട് അതിനെ വേറൊരു ഇതിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എന്നെ കാണുന്നത് നിങ്ങളൊരു കഴിഞ്ഞ ഒരു 2023 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം എൻ്റെ ബോഡിയിൽ വന്നിട്ടുള്ള ചേഞ്ച്, എൻ്റെ സംസാരത്തിൽ വന്നിട്ടുള്ള ചേഞ്ച് എല്ലാം കൊണ്ടും. ബിക്കോസ് ഐ വാസ് സോ സ്ട്രെസ്ഡ്, ലൈക്ക് റിയലി സ്ട്രെസ്ഡ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ വെയിറ്റ് വെച്ചത്. കഴിഞ്ഞ വർഷം ഐ വാസ് വെരി മെൻ്റലി സ്ട്രെസ്ഡ്. പക്ഷെ അത് ഇമ്പാക്റ്റ് ചെയ്തത് ഞാൻ വെയിറ്റ് കുറഞ്ഞ് അപ്പറ്റൈറ്റ് പോയി. എനിക്ക് ഞാൻ പറയാം, എൻ്റെ പീരിയഡ് വരെ 6 മാസത്തേക്ക് വന്നില്ല. കാരണം ഞാൻ മെൻ്റലി എഫ്ഡപ്പ് ആയിരുന്നു. അന്ന് എനിക്ക് തെറപ്പി എടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. തെറപ്പി ഈസ് എക്സ്പെൻസീവ്, ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഈസ് ചീപ്പ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ആസ് എക്സ്പെൻസീവ് ആസ് അതർ ഹെൽത്ത് ഇഷ്യൂസ്. കാരണം നമ്മൾ അത് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ വരുന്ന ഇമ്പാക്റ്റ് വി കാൺട്ട് ഹാൻഡിൽ ഇറ്റ്. പലവർക്കും ഹാർട്ട് അറ്റാക്കും എല്ലാം ഈ പറഞ്ഞ പോലെ വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ മെൻ്റൽ കണ്ടീഷൻസ് ബോഡിയിലുള്ള വിസിബിൾ ഇതാക്കിയിട്ട് വരുന്നത് ഞാൻ പറയണതല്ല, ഞാൻ പല റിസോഴ്സസും വായിച്ചിട്ടുള്ളതാണ്. എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ദ ബോഡി കീപ്സ് ദ സ്കോർ പറഞ്ഞിട്ട് ന്യൂയോർക്ക് ടൈം ബെസ്റ്റ് സെല്ലറാണ്. ഇത് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല കേട്ടോ, ഫുള്ള് വായിച്ചിട്ടില്ല. പക്ഷേ ഈ ബുക്ക് നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ചെക്ക് ഔട്ട് ദിസ് ബുക്കിൻ്റെ ഓഡിയോ ബുക്കും യൂട്യൂബിലുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐഡിയ കിട്ടും എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് നമുക്ക് ഇറ്റ്സ് ലൈക്ക് എനിക്ക് എൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, പക്ഷേ എനിക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് യു നോ ദ പ്രശ്നം ആൻഡ് യു നോ എന്തെങ്കിലും ചെയ്യണം ടു സോൾവ് ദിസ്. അത്രയേ ഉള്ളൂ. എല്ലാ കാര്യവും അങ്ങനെയാണ്. നമുക്ക് പ്രശ്നം അറിയാം എന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. നമുക്കത് പ്രശ്നം അറിയാണ്ട് നമ്മൾ പലവരെയും ബ്ലെയിം ചെയ്ത് കളിക്കാൻ പോയാൽ ഒരു പ്രശ്നം മാറാൻ പോകുന്നില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ പലവരുടെയും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ എന്നെ കുറേ കാലം എനിക്ക് എവിടെയെങ്കിലും ഒരു ഡിസ്റെസ്പെക്റ്റ് തോന്നിക്കഴിഞ്ഞാൽ I try a lot, I try to fix things a lot, even I beg a lot, at least to the people who I cared a lot. After a point, when I understand that it's not working out, I'll pull myself back. അത് ആരോടും ദേഷ്യമുള്ളത് കൊണ്ടോ അതൊന്നും അല്ല. ബിക്കോസ് ഇമാജിൻ ദിസ് തിങ്, ഓക്കെ, നിങ്ങൾക്കൊരാളെ ഇഷ്ടപ്പെടണം, ഇഷ്ടമാണ്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് യുവർ മെൻ്റൽ എനർജി. നിങ്ങൾക്ക് ഓരോ സമയത്തും അവരെ പറ്റി ചിന്തിക്കണം, ഓരോന്ന് ചെയ്യണം. ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ, ഹെയ്റ്റ് ആണെങ്കിൽ, ഇമാജിൻ ദി എമൗണ്ട് ഓഫ് എനർജി യു ആർ പുട്ടിങ് ടു ഹെയ്റ്റ് എ പേഴ്സൺ. നിങ്ങൾ ഓരോ പ്രാവശ്യം ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ബോയിൽ ആവുന്നുണ്ട്, നിങ്ങൾക്ക് ആങ്സൈറ്റി, സ്ട്രെസ്സ്, തലവേദന, അതും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇമാജിൻ ഹൗ മച്ച് എനർജി യു ആർ പുട്ടിങ് ഇൻ ടു ദാറ്റ്, ഹൗ മച്ച് ഇറ്റ് ഈസ് എഫക്റ്റിങ് അവർ ബോഡി. ഞാൻ തന്നെ പല സമയത്തും പെയിൻ കില്ലേഴ്സ് അടിച്ച് മിനിച്ച് കഴിക്കാറുണ്ട് മൈഗ്രെയിന്. കാരണം എനിക്ക് പണ്ട് തൊട്ടേ മൈഗ്രെയിൻ ഉണ്ട്. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ എനിക്ക് ട്രിഗർ ആവും, സൈനസൈറ്റിസ് വരും. 2 ആഴ്ച മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് സൈനസിൻ്റെ പ്രശ്നം, മൈഗ്രെയിൻ്റെ പ്രശ്നം, കാര്യങ്ങളൊക്കെ വന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് പെയിൻ കില്ലർ കഴിച്ചു, രാത്രി കിടന്നുറങ്ങി, പലതും ചെയ്തു. പിന്നെ എനിക്ക് തോന്നി തുടങ്ങിയത് പണ്ടത്തെ സാധനം റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, പണ്ട് എനിക്കുണ്ടായിരുന്ന അതേ കണ്ടീഷൻ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ തന്നെ എന്നോട് പറയാറുണ്ട്, ഞാൻ ഞാനല്ല, പണ്ടത്തെ സിറ്റുവേഷൻ അല്ല എനിക്കിന്ന്, പണ്ടത്തെക്കാളും കുറേ എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ വന്നു. കുറേ സമയത്തൊക്കെ അത് ഹെൽപ്പ് ചെയ്യും, ചില സമയത്ത് അത് ഹെൽപ്പ് ചെയ്തു എന്ന് വരില്ലേ. കാരണം നമ്മുടെ മനസ്സിനറിയാം. എൻ്റെ കേസിൽ എൻ്റെ തലയിൽ പല വോയിസുകളുണ്ട്. അപ്പോൾ അതൊരു പൊട്ട കാര്യമല്ല, കാരണം എന്നെ അത് ഗൈഡ് ചെയ്യുന്ന വോയിസാണ്. അതുകൊണ്ട് ഞാനത് കേൾക്കാറുണ്ട്. ഞാൻ എപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞു, ഞാൻ എപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്. 2 രീതിയിലും ഞാൻ സംസാരിക്കാറുണ്ട്. ആർഗ്യുമെൻറ്റ് മൈൻഡായിട്ട് സംസാരിക്കാറുണ്ട്, പ്രാക്ടിക്കൽ മൈൻഡായിട്ട് സംസാരിക്കാറുണ്ട്, ഇമോഷണൽ മൈൻഡായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംസാരിക്കണമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ സംസാരിക്കാറുണ്ട്. ചില സമയത്ത് നമ്മുടെ പ്രാക്ടിക്കൽ മൈൻഡിന് അറിയാം ഈ ഇമോഷണൽ മൈൻഡ് ഓവറായിട്ട് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകൾ. പ്രാക്ടിക്കൽ മൈൻഡിന് അറിയാം ഇത് ശരിയാവില്ല അല്ലെങ്കിൽ ഇത് ശരിയാവും. പക്ഷെ നമ്മുടെ ഇമോഷണൽ മൈൻഡിന് അത് അറിയില്ല. ഇമോഷണൽ മൈൻഡ് എപ്പോഴും ഒരു വട്ടം കൂടി ശരിയായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഉണ്ടായാലോ, അത് വീണാലോ, തലതിരിഞ്ഞാലോ, പിടിച്ചാലോ, കടിച്ചാലോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എൻ്റെ തെറപ്പിസ്റ്റിനോട് സംസാരിക്കണം. ഐ സ്പോക്ക് വിത്ത് ഹർ. തെറപ്പിസ്റ്റോ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ഹ്യൂമൻ ബീയിങ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെൻ വി പുട്ട് ഔട്ട് അവർ പ്രോബ്ലംസ് ഇൻ എ പ്രോപ്പർ വേ, നമുക്ക് അറ്റ്ലീസ്റ്റ് നോ ദിസ് ഈസ് ദ പ്രോബ്ലം. നമ്മൾ ഈസ് നോട്ട് ലൈക്ക് എവിടെ നിന്ന് ഈ പ്രശ്നം വരണേ എന്നല്ല നമ്മൾ ചിന്തിക്കണം. വി നോ വെർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം. അപ്പോൾ നമുക്ക് അതിനെ കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി കൂടി എളുപ്പമാണെന്നേ ഉള്ളൂ. അല്ലാണ്ട് നാളെ ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നാളെ ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, കുട്ടി ഈസ് ഗെറ്റിംഗ് സോ ആംഗ്രി, വീട്ടിൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, ഇതില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് ഉള്ളിൽ, എന്തോ ഒരു പ്രശ്നമുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു അടുപ്പത്തിൻ്റെ പ്രശ്നമായിരിക്കാം. കാരണം ഈ അടുത്തൊരു സ്റ്റഡിയിൽ ഞാൻ
എവിടെയോ വായിച്ചതാണ്, നമ്മുടെയൊക്കെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ എസ്പെഷ്യലി അല്ലെങ്കിൽ ഓവറോൾ പാരൻസിന് അവരുടെ എൻറ്റയർ ലൈഫിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് 30% ഓഫ് ദ ടൈം പോലും കുട്ടിക്ക് കൊടുക്കാനില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് കുട്ടികൾ ആർ ഫീലിംഗ് എൻ അബാൻഡൻമെൻറ്റ് ഇഷ്യൂ. നെക്സ്റ്റ് തിങ് ഈസ് മിക്ക പാരൻസിൻ്റെയും മൂഡ് മാറിക്കൊണ്ടിരിക്കും. ആ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് അനുസരിച്ചിട്ടാണ് പലവരും ബിഹേവ് ചെയ്യുക. ഇപ്പം എൻ്റെ അമ്മയുടെ മൂഡ് നല്ലതാണോ നോക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം വലുതായാലും ഉണ്ടാവും. ഇപ്പം നിങ്ങൾ മലയാളത്തിൽ പറയണ ഒരു കാര്യമില്ലേ, ചൊട്ടയിലെ ചീളം ചുടല വരെ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, കോട്ടുണ്ട് മലയാളത്തിൽ. അതുതന്നെയാണ് സാധനം. അത് നല്ല കാര്യത്തിനും അതെ, പൊട്ട കാര്യത്തിനും അതെ. ബാക്കിയുള്ളവരുടെയും പലവരും പറയണ പല അഡൾട്ട്സും ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പറയണതും ചിന്തിക്കണതും കാര്യം കുട്ടികൾ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അഡൾട്ട്സ് ചിന്തിക്കണില്ല അവർ പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊക്കെ പല കുട്ടികളുടെയും ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ, ADHD, DED എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ചുമ്മാ ഒരു ദിവസം കൊണ്ട് വരുന്ന കാര്യങ്ങളല്ല. നമ്മളുടെ ലവ്ഡ് വൺസിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെ നിൽക്കണമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ വളരെ എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് മുന്നേ, ആ കുട്ടിക്ക് അത് എന്തോ ബാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാണ്ട് നിൻ്റെ പ്രശ്നമാണ്, നിനക്ക് എന്നെ മനസ്സിലാക്കിയില്ല, അതാണ് ഇതാണ്, കുട്ടിയായാലും ശരി എന്തായാലും ശരി ഒന്നും വേണ്ട. എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ടോമു, ഞങ്ങളുടെ റോട്ട് വെയിലർ, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഹി വാസ് വെരി ആക്റ്റീവ്, ഹാപ്പി. അത് കഴിഞ്ഞിട്ട് അവനെ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ഇറ്റ് വാസ് സോ സെക്ലൂഡഡ്. അവിടെ വേറെ കുറേ റോട്ടിലുള്ള പട്ടികളുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അവൻ മെൻ്റലി ഭയങ്കര ഇല്ലായി, അസുഖങ്ങൾ വരാൻ തുടങ്ങി. അവൻ 4 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ മരിച്ചുപോയി. അത് ആക്സിഡൻ്റലി ഒരു കിണറിൽ വീണതൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അവൻ്റെ ഹെൽത്ത് വാസ് സോ ബാഡ്. ഹി വാസ് എ വെരി ഹെൽത്തി ഡോഗ്. നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ട് എപ്പോഴും മരുന്ന് കൊടുത്ത് എപ്പോഴും നല്ല ഫുഡ് മാത്രം ഫീഡ് ചെയ്യുന്ന ഒരു ഡോഗായിരുന്നു. എന്നിട്ട് പോലും അതിനെ എഫക്റ്റ് ചെയ്തു. നമ്മുടെ വീട്ടിലത്തെ ഇമോഷൻസ് മാറി അവനത് മനസ്സിലാവും. ആൻഡ് ഇമോഷൻസ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആൻഡ് എനർജി. നിങ്ങൾ എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് ഫേക്കായിട്ട് ബിഹേവ് ചെയ്താൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. മേ ബി ഞാനത് കാണിച്ചു എന്ന് വരില്ല, പക്ഷെ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. കുറേ അതിപ്പോൾ ദൂരത്തിരുന്ന് സംസാരിച്ചാലും എനിക്ക് മനസ്സിലാവും ദ വേ ദേ ടോക്ക്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഇഷ്ടമുള്ള പലവരുടെയും മുന്നത്തെ ഫേസും അറിയാം, അത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഫേസും അറിയാം, ഇപ്പോഴത്തെ ഫേസും അറിയാം. അങ്ങനത്തെ ഒരു കേസിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി, അറ്റ്ലീസ്റ്റ് എനിക്ക് ക്യാൻ ഡെഫിനറ്റ്ലി ഫീൽ ദ ഡിഫറൻസ് ഇൻ ദാറ്റ് എനർജി. ആൻഡ് ഇഫ് ഐ ഫീൽ ടു മച്ച് ഓഫ് ഇറ്റ് ഐ വിൽ പുൾ ബാക്ക്. എന്തിനാണ് ഞാൻ വെറുതെ എനിക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് എന്നെ തന്നെ വിഷമിപ്പിക്കണേ? ഞാൻ പലപ്പോഴും പലവരെയും പല സിറ്റുവേഷനെയും പറ്റി ആലോചിച്ചിട്ടാണ് എൻ്റെ ഏറ്റവും തെറപ്പിക്ക് ഞാൻ എടുക്കുന്ന ഏറ്റവും വലിയ റീസൺ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പ്രോബ്ലംസ് ആണ്. കാരണം മേ ബി എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിശ്വാസം, അത് എന്നൊക്കെ ഉള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലതാണ്. അതൊരു തെറ്റൊന്നുമല്ല, ആരുടെയും തെറ്റല്ല. പലവർക്കും അത് പല രീതിയിലായിരിക്കും. മണീൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. നമ്മൾ കണ്ടു വളർന്ന പല കാര്യങ്ങളുമാണ്. അതല്ലാണ്ട് ആരുടെയും ഒരു കുറ്റമോ അല്ലെങ്കിൽ അതൊന്നും അല്ല. നമുക്ക് ആ കൂടെ ചെയ്യാൻ പറ്റും നമ്മുടെ ലവ്ഡ് വൺസിനെ. ഇപ്പം ഞാനെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്കിപ്പോൾ 10-26 വയസ്സായി. എന്നോട് പലരും പറയും കല്യാണം, അത് അങ്ങനെ എൻ്റെ ഫാമിലിയിൽ പ്രഷറൊന്നും ഇല്ലെങ്കിൽ പോലും എൻ്റെ ഇതിലുള്ള പലവരുടെയും ആഗ്രഹങ്ങൾ, കുട്ടി, ഭർത്താവ്, കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് നാളെ നമുക്കൊരു കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മെൻ്റലി പ്രോപ്പർ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറൊരു കുഞ്ഞു കുട്ടി, നമ്മൾ അവരുടെ തലയിൽ നമ്മുടെ ബേർഡൻ എന്തിനു കൊണ്ടെടുത്ത് വെക്കണം? നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ഒരാളെ നമ്മൾ ഉപദേശിക്കാൻ. അല്ലാണ്ട് പലരും ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ നമ്മൾ ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഉപദേശം കൊടുക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യണ കാര്യം ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ വെറുതെ അതൊന്നും ചെയ്യാണ്ട് നോർമലായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളുടെ അടുത്തു നിന്നുള്ള അഡ്വൈസ് നമുക്ക് കുറച്ചും കൂടി ബിഗ്ഗർ ഡ്രീം എടുക്കാണ്ടിരിക്കുക. കാരണം അവരുടെ ഇൻസെക്യൂരിറ്റീസ്, അവരുടെ ഇമോഷണൽ ബാഗേജ്, അവരുടെ ട്രസ്റ്റ് ഇഷ്യൂസ്, അവരുടെ ലൈഫിലത്തെ സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ലൈഫ് അസസ് ചെയ്യണത്. ദിസ് ഈസ് നോട്ട് ദെയർ ലൈഫ്. ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഇതങ്ങനെ അല്ലാത്തൊരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ്, ദർ ഈസ് എ കോട്ട് ഐ സോ ഓൺ ഇൻസ്റ്റാഗ്രാം, വൈ ഷുഡ് വി ടേക്ക് അഡ്വൈസസ് ഫ്രം ദ പീപ്പിൾ ഹു ഹാവൻ ബിൽഡ് എ ഷിറ്റ് ഇൻ ദ ലൈഫ്? ഇമാജിൻ. സോ അതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറയേണ്ടത്. കാരണം ഞാൻ ഈ അടുത്ത് സംസാരിച്ച പലവരും ഇതൊരു ടാബു ടോപ്പിക്കായിട്ട്, ഈവൻ എൻ്റെ ഓൺ സിസ്റ്റർ, ഷീ ഓൾസോ തിങ്സ് ദാറ്റ് അതൊന്നും കുഴപ്പമില്ല, ആവശ്യമില്ല, അങ്ങനെ ഇങ്ങനെ.
ഇറ്റ്സ് നോട്ട് ആവശ്യമില്ല. ഇഫ് യു തിങ്ക് യു നീഡ് ഇറ്റ്, യു നീഡ് ഇറ്റ്. പക്ഷേ ഞാൻ പറയാം, തെറപ്പിസ്റ്റുകളെ എടുക്കുമ്പോൾ നിങ്ങളൊരിക്കലും ഇത് തന്നെയാണ് ബെസ്റ്റ് തെറപ്പിസ്റ്റ് എന്നൊന്നും പറയണ്ട. കാരണം കുറച്ച് പേരുടെ അടുത്ത് പോവുക. നിങ്ങൾക്ക് വട്ടായത് കൊണ്ടല്ല, നിങ്ങൾക്ക് നാളെ അതൊരു മേജർ ഇഷ്യൂലേക്ക് മാറാണ്ടിരിക്കാൻ. നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും ശരി, നാട്ടുകാർ പലതും പറയും. പക്ഷേ നാട്ടുകാർ പലതും പറഞ്ഞിട്ട് നമ്മൾ നിന്നാൽ നമുക്ക് നാളെ എന്തെങ്കിലും പറ്റുക, ഇതേ നാട്ടുകാർ വന്ന് നമ്മളോട് ആരും ഒന്നും പറയില്ല. ഒയ്യോ പാവം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നേ അവർ പറയുള്ളൂ. അല്ലെങ്കിൽ അത് നന്നായി ഇതേ പറയുള്ളൂ. അല്ലാണ്ട് അവർ വന്ന് നിങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനോ അവർ വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാനോ ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും തന്നെ ഉണ്ടാവുള്ളൂ. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പോയിന്റ് ആൻഡ് ഡു വാട്ട് യു നീഡ് ടു ഡു, നോട്ട് ജസ്റ്റ് റിലൈ ഓൺ അവരെന്ത് വിചാരിക്കും. അവരെന്തെങ്കിലുമൊക്കെ വിചാരിക്കും. നിങ്ങൾ അവരുടെ ലൈഫിൽ പോയിട്ട് അവരുടെ കുട്ടികളുടെ അഡ്വൈസ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാ അവരിവിടെ വന്ന് പറയുമ്പോൾ നിങ്ങൾ മാറ്റർ ചെയ്യണത്? നിങ്ങൾക്ക് എന്തെങ്കിലും നാളെ ഫിനാൻഷ്യൽ ഇഷ്യൂ വന്ന് അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾ പൈസ തിരിച്ചുകൊണ്ട് വെറുതെ ഒന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഉള്ളിലുള്ള റേജ് ആയിരുന്നു. പക്ഷേ ലെറ്റ്സ് എൻഡ് ദിസ് വീഡിയോ ഓൺ എ ഗുഡ് നോട്ട്. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ യെസ്, ഇത് കേൾക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആർക്കാന്ന് വെച്ചാൽ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് നിങ്ങൾ റാൻഡം ടോപ്പിക്സ് ഇങ്ങനെ തലയിൽ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് കേൾക്കാൻ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമാണ്. കാരണം 2-3 വീഡിയോ മുന്നേ പറഞ്ഞപ്പോൾ, കാരണം ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണം, ദിസ് ഈസ് ദ ഹോൾ ട്രൂത്ത് എന്നൊന്നും ഞാൻ പറയണില്ല. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ദിസ് ഈസ് വാട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ വെരി വെരി സൂൺ. സോ ബൈ, ടേക്ക് കെയർ.